السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളായ ആളുകൾക്ക് ഏത് കാര്യങ്ങളിലും ഉത്തമമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളാണ് എന്നുള്ളത് ഏതൊരു മുസ്ലിമിനും അറിയാവുന്ന പ്രാഥമികമായ പാഠമാണ്. ഇത് ഇപ്പോൾ പ്രത്യേകം സൂചിപ്പിക്കുവാൻ കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചര്യകൾക്കും അപ്പുറം എന്തൊക്കെയോ പലതും നാം ചെയ്താലേ യഥാർത്ഥത്തിൽ നമുക്ക് കാവലും സുരക്ഷയുമൊക്കെ ലഭിക്കുകയുള്ളൂ എന്ന ഒരു തോന്നൽ മുസ്ലിയാക്കന്മാർ പലപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഖലീൽ ബുഖാരി എന്ന് പറയുന്ന മുട്ടിപ്പടി സ്വലാത്തിൻ്റെ തങ്ങൾ, അയാൾ ഇപ്പോൾ ഒരു പുതിയ ദുആയുമായി, അതല്ലെങ്കിൽ ഒരു പുതിയ ദിക്റുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ്. സൂറത്തുൽ ഖസസ് 85-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിസ്കരിച്ചതിന് ശേഷം അവിടെ ചുമരിൽ ഏറ്റവും ചുരുങ്ങി കയ്യിൻ്റെ വിരലുകൊണ്ടെങ്കിലും എഴുതാൻ പറ്റുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലിയെങ്കിൽ യാത്ര സുരക്ഷിതനായി തിരിച്ചു വരാൻ കഴിയുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണുന്നു. എത്ര ദീർഘയാത്ര അപ്പോഴൊക്കെയും വിനീതന്റെ കൈമുതലായി വെക്കുന്ന ഒന്നാണ് ഈ ആയത്ത്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ്. എന്താണിപ്പോൾ അയാൾ പറയുന്നത്? ഒരു യാത്രക്കൊരുങ്ങുന്ന വേളയിൽ ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ് എന്ന സൂറത്തു ഖസസിലെ 85-ാമത്തെ ആയത്ത്, അത് യാത്രക്കൊരുങ്ങുന്ന വ്യക്തി നിസ്കാരത്തിൻ്റെ ശേഷം ചുവരിൽ വിരൽ കൊണ്ടെങ്കിലും എഴുതുകയോ അതല്ലെങ്കിൽ പുറപ്പെടുന്ന സമയത്ത് ആ ആയത്ത് പാരായണം ചെയ്യുകയോ ചെയ്താൽ അവന് സമ്പൂർണമായ കാവലോടുകൂടി വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പരുടെ പരിചയം പറയണ ആ വിഷയത്തിൽ. ഞാൻ എത്രയോ ദീർഘയാത്രകൾ, എത്ര ദൂരത്തേക്കുള്ള യാത്രകളും ഏത് യാത്രകൾക്ക് പോകുമ്പോഴും ഇത് വളരെ കൃത്യമായി തന്നെ ചെയ്ത് അങ്ങനെ തന്നെ സുരക്ഷയോടെ തിരിച്ചെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട തങ്ങളെ, താങ്കളോടൊരു കാര്യം വളരെ വിനയത്തോടുകൂടെ ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനല്ലേ ഈ ആയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കേൾപ്പിച്ചു കൊടുത്തത്? ഇതിൻ്റെ സന്ദർഭം എന്താണ്? ഖസസിലെ ഈ 85-ാമത്തെ ആയത്തിൽ ഇതിൻ്റെ സന്ദർഭമായിട്ട് വിശദീകരിക്കുന്നത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വിഷമത്തോടുകൂടെയാണല്ലോ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നത്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രാമധ്യേ ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് വളരെ സങ്കടത്തോടുകൂടെ മക്ക രാജ്യത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടുത്തെ സങ്കടം ഇങ്ങനെ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ വിഷമം പറഞ്ഞപ്പോൾ ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ വചനം കൊണ്ടുവരുന്നത് എന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇതിലെന്താ പറയുന്നത്? തീർച്ചയായും ഖുർആൻ താങ്കൾക്ക് നിർബന്ധമായും ഓതിക്കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള റഹ്മാനായ റബ്ബ് ലറാദുക താങ്കളെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും ഇലാ മഅദിൻ, മടക്കസ്ഥാനത്തേക്ക്. എന്താണ് ആ മടക്കസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അങ്ങ് വിട്ടുപോകുന്ന സ്ഥലം മക്കയാണല്ലോ, ആ മക്കയിലേക്ക് തന്നെ സുരക്ഷിതമായി അങ്ങയെ അള്ളാഹു മടക്കി കൊണ്ടുവരും എന്നൊരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ഇനി താങ്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് മരണാനന്തരം അങ്ങ് മടങ്ങിപ്പോകും, അതാണ് ഉദ്ദേശമെന്ന്. മറ്റൊന്ന്, അങ്ങ് സ്വർഗത്തിലേക്ക് അത്യുന്നതമായ പദവിയിലേക്ക് റബ്ബ് താങ്കളെ മടക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളായിക്കൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്. ഇതും ഈ യാത്രയിൽ ഇങ്ങനെ ഒരു കാര്യം പ്രത്യേകം യാത്ര പുറപ്പെടുന്ന വേളയിൽ ചൊല്ലണം എന്നുള്ളതിന് എന്ത് രേഖയാണ് താങ്കളുടെ കൈവശമുള്ളത്? നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെടുന്ന വേളയിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ധാരാളം മര്യാദകൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ലേ?
യാത്രക്കാർ നിർവഹിക്കേണ്ടുന്ന ദിക്റുകൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത്, വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ പറയേണ്ടത്, പിന്നീട് യാത്ര ആരംഭിക്കുന്ന വേളയിൽ വാഹനത്തിൽ ശരിക്ക് ഇരിപ്പുറപ്പിച്ച ശേഷം ചൊല്ലേണ്ടുന്ന ആയത്ത്, ദിക്റുകൾ, ഇതൊക്കെ പഠിപ്പിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടുത്തെ ഹിജറയുടെ വേളയിൽ അവതരിച്ചിട്ടുള്ള ഈ ആയത്ത്, ഇത് തനിക്ക് ഏറ്റവും ഒരു പ്രത്യേകമായ ആശ്വാസത്തിന്റെ വചനമായി കിട്ടിയതാണല്ലോ. അതുകൊണ്ട് യാത്രക്കാരെ, നിങ്ങളും ഇനി ഏത് പ്രയാസകരമായ യാത്രയുടെ ആരംഭത്തിലും ഇത് പാരായണം ചെയ്തോളൂ, സുരക്ഷിതരായി നിങ്ങൾക്ക് തിരിച്ചെത്താം എന്ന ഒരു അധ്യാപനം എന്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നില്ല? നിങ്ങളാണോ നബി തങ്ങളെക്കാൾ വഹയി കിട്ടുന്ന പ്രവാചകനേക്കാൾ വിവരമുള്ളയാൾ? അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ പറഞ്ഞല്ലോ മഹാന്മാരിന്ന്. ഏത് മഹാന്മാർക്കാ വഹയി കിട്ടുന്നത്? വലിയ മഹാന്മാരൊക്കെ കഴിഞ്ഞു പോയില്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ഹിജറക്ക് ശേഷമല്ലേ, മദീനയിൽ എത്തിയതിൻ്റെ ശേഷമല്ലേ ബദറിലേക്ക് യാത്ര പുറപ്പെട്ടത്, ഉഹദിലേക്ക് യാത്ര പുറപ്പെട്ടത്, അതുപോലെ തന്നെ ഖന്തഖിലേക്കും ഹുനൈനിലേക്കും തബൂക്കിലേക്കും അങ്ങനെ പലയിടങ്ങളിലേക്കും യാത്ര പുറപ്പെട്ടത്? ആ യാത്രക്ക് ശേഷമല്ലേ അവിടുന്ന് ഹുദൈബിയയിലേക്ക് പുറപ്പെട്ടതും ഉംറ ചെയ്യാൻ സാധിക്കാതെ മടങ്ങിപ്പോന്നതുമായ രംഗങ്ങളൊക്കെ ഉണ്ടായത്? എത്രയെത്ര യാത്രകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അവിടുന്ന് ഒരിക്കലെങ്കിലും ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് എന്ന വചനം വീടിൻ്റെ ചുവരിൽ വിരലുകൾ കൊണ്ടിങ്ങനെ എഴുതുകയോ അതല്ലെങ്കിൽ അത് ചൊല്ലി പുറപ്പെടുകയോ ചെയ്തു എന്ന് എന്ത് രേഖയാണ് താങ്കളുടെ കൈവശമുള്ളത്? അല്ലെങ്കിലും അങ്ങനെയൊന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ നിങ്ങളോടൊന്നും. കാരണം നിങ്ങൾക്ക് പറയാനല്ലേ ഉള്ളൂ എന്ത്? ഖൈറുൽ ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. ഇതൊക്കെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയാനല്ലാതെ ആ പറയുന്ന വാചകങ്ങളോട് നിങ്ങൾ കൂറു പുലർത്താറില്ലല്ലോ. എന്താണ് നിങ്ങളടക്കമുള്ള എല്ലാവരും പറയാറുള്ളത്? ഖൈറുൽ ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയാണ്. കാര്യങ്ങളിൽ ഏറ്റവും ചീത്തയായത് പുത്തൻ നിർമ്മിതികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പുത്തൻ ആചാരങ്ങളും വഴികേടുകളാണ്. എല്ലാ വഴികേടുകളും നരകത്തിലേക്കാകുന്നു എന്ന അർത്ഥം വരുന്ന, ആശയം വരുന്ന എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ് എന്ന് വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും പരിചയമില്ലാതെ അള്ളാഹു അതുണ്ടെങ്കിൽ നബിതങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കില്ലേ? ആ വിഷയത്തിൽ ഒരു പ്രത്യേകമായ ശർഈയായ ഒരു നിയമം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആര് അധികാരം തന്നു? നിങ്ങൾക്കതിന് ആര് അധികാരം തന്നു? നിങ്ങൾ ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അള്ളാഹുവിന് നിങ്ങളുടെ ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചത് എത്രത്തോളം അർത്ഥവത്താണ് നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ കാര്യത്തിൽ. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, എന്നിട്ട് അതിനങ്ങനെ വലിയപ്പോൾ വാൽപ്പാറ ദുരന്തമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അതേപോലെ ദിനേന നമ്മൾ എത്രയോ യാത്രകൾ പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി കുറേ ഖുറാഫി പുരോഹിതന്മാർ ഈ ക്ലിപ്പിട്ടുകൊണ്ട് ഇങ്ങനെ രംഗത്ത് വരികയാണ്. ഇതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായ യാത്രകളായിരുന്നില്ല യുദ്ധസമയത്ത് അവിടുന്ന് യാത്ര ചെയ്തത്? അവിടുന്ന് ഇങ്ങനെ ഒരു ആയത്ത് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടുന്ന് പഠിപ്പിച്ച ചര്യക്കപ്പുറം നിങ്ങൾക്ക് ആരാണ് ഇതിനൊക്കെ ലൈസൻസ് നൽകുന്നത്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ചിലപ്പോൾ ഇവർ പറഞ്ഞേക്കും എന്താപ്പത് നല്ലൊരു ആശയമല്ലേ, ആ ആശയ തകരാറൊന്നുമില്ലല്ലോ, വിധങ്ങൾ യാത്ര പുറപ്പെടുന്ന വേളയിൽ ഇങ്ങനെ വഴിക്ക് വെച്ച് അള്ളാഹ് ആശ്വസിപ്പിച്ചൊരായത്തല്ലേ, നിങ്ങൾക്ക് മക്കത്ത് തന്നെ മടങ്ങാൻ പറ്റും സുരക്ഷിതമായി എന്നൊക്കെയുള്ള അർത്ഥമൊക്കെ അതിലടങ്ങിയിട്ടില്ലേ? അങ്ങനെ ഖുർആനിൽ നബിതങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആയത്തുകളൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ നമ്മളായിട്ടങ്ങനെ അത് ആ സമയത്ത് ചൊല്ലൽ പുണ്യമാണെന്ന് പറയാൻ നമുക്കെന്ത് അധികാരമുള്ളത്? അങ്ങനെയാണെങ്കിൽ തങ്ങളെ നിങ്ങളോട് ചോദിക്കട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ തന്നെ എത്ര വചനങ്ങളുണ്ട്? ഉദാഹരണം എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കേൾപ്പിക്കുകയാണ്. അല്ലാഹു നബിതങ്ങളോട് പറയുന്നുണ്ട്, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാൻ. എന്താ ഇതിനർത്ഥം? നബിയെ, താങ്കൾക്ക് താങ്കളുടെ രക്ഷിതാവ് ഭാവിയിൽ തന്നോളും, ധാരാളം തരും നിങ്ങൾക്ക്. ഫതർലാ, അപ്പം നിങ്ങൾക്ക് നല്ലോണം തൃപ്തിയാകുവോളം തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പരലോകത്ത് അവിടുത്തേക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അത്യുന്നതമായ മഹാപ്രതിഫലങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നില്ലേ? ഈ ആയത്തിപ്പോൾ ഒരാൾ എടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മഹാൻ അല്ലെങ്കിൽ നിങ്ങളാകുന്ന മഹാൻ
അങ്ങനെയാണല്ലോ, നിങ്ങളാകുന്ന മഹാൻ പറഞ്ഞതാണല്ലോ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അതിൻ്റെ ശേഷം പിന്നെ മഹാൻ എന്ന് പറയാം. അപ്പോൾ ഒരേതെങ്കിലും ഒരു മഹാൻ നിങ്ങളുടെ ഭാഷയിൽ അയാൾ പറയണത് നമുക്ക് സാലറിയോ ശമ്പളമോ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഈ ആയത്ത് ചൊല്ലൽ സുന്നത്താണ്. ഒന്നുകിൽ ആ വാങ്ങുന്ന സമയത്ത് നമ്മൾ എവിടെ നിൽക്കണമെങ്കിൽ അതിൻ്റെ ചുമരും എഴുതുക, അല്ലെങ്കിൽ ആ വാങ്ങുന്ന സമയത്ത് അതിങ്ങനെയാണ്, ആ ശമ്പളം വാങ്ങുമ്പോൾ നമ്മൾ ഈ ആയത്ത് ഓതൽ സുന്നത്താണ്, വലിയ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞാൽ എന്താ? നല്ല ആശയല്ലേ? ആര് സാലറി നമുക്ക് തന്നാലും നമുക്ക് തൃപ്തിയാവോ? അപ്പം നമ്മൾ ആശ്വസിക്കേണ്ടത് നിനക്ക് നിന്റെ റബ്ബ് ഇഷ്ടം പോലെ തരും, അപ്പം നിങ്ങൾക്ക് തൃപ്തിയാകും എന്ന ആയത്ത് പറയൽ പ്രത്യേകം വലിയ സംഗതിയാണ് എന്ന് ഒരു മഹാൻ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു മഹാനാണ് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ രേഖയാകുമോ തങ്ങളെ? അപ്പം ഈ വിഷയത്തിലൊക്കെ എന്തൊക്കെ ദലാലത്തുകൾ, എന്തൊക്കെ ബിദ്അത്തുകളാണ് നിങ്ങൾ സമൂഹത്തിലേക്ക് ഉണ്ടാക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ യാത്രയുടെ മര്യാദകളായി പഠിപ്പിച്ചതൊന്നും നിങ്ങൾക്ക് പോരെ? ഷിയാക്കൾ അവരുടെ കിതാബുകളിലൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഷിയാക്കൾ പ്രത്യേകം പറയുന്നത് എന്താണ്? ഷിയാക്കൾ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞു. യാത്ര പോകുന്നയാളുടെ കാതിൽ ഇതിങ്ങനെ പറയാണ് വേണ്ടത്. എന്ത്? ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദിൻ. യാത്ര പോകുന്ന ആളെ യാത്ര അയക്കുമ്പോൾ ചെവിയിൽ ഇതിങ്ങനെ മന്ത്രിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് അവർ പറയുന്നത്. എന്തായിരുന്നാലും നിങ്ങളും അവരൊക്കെ ഒരേപോലെ തന്നെ ആ നിലക്കുള്ള തെളിവില്ലാത്ത കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചര്യകളായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദയവായി ഇത് അവസാനിപ്പിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുകയൊന്നുമില്ല, പക്ഷേ സത്യാന്വേഷികളായ ജനങ്ങൾക്ക് കാര്യം ഗ്രഹിക്കാമല്ലോ. ഇല്ലെങ്കിൽ ഇനി ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ മറ്റു പല പ്രവാസികൾ ഗൾഫിലേക്ക് പുറപ്പെടുമ്പോൾ ഒക്കെ ഇനി ചുമരുമ്മൽ ഇത് വരലോണ്ട് ഇങ്ങനെ എഴുതലും ഇത് പറയലൊക്കെ പതിവാക്കും. അതുകൊണ്ട് കേൾക്കുന്ന സത്യാന്വേഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽ ഇത് പെടുന്നില്ല. അവിടുന്ന് പഠിപ്പിച്ച ചര്യയാണ് നമുക്ക് എപ്പോഴും ഉത്തമമായിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.